നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പായസം സെറ്റ് ചെയ്യാം. വെറും പായസമല്ല, ഇത് നമ്മൾ സേമിയ കാരമൽ പായസമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ബട്ടർ ഇട്ട് കൊടുത്ത് അതൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ സേമിയ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. പിന്നെ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കാരമൽ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുത്ത് ഇതുപോലെ ആവുന്ന സ്റ്റേജിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണം. ഓക്കെ, ആൻഡ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കി. മിൽക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ചെറിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് മധുരം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച ആ സേമിയ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കണേ. എന്നിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് വേവിച്ചെടുക്കുക സേമിയ വേകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതൊന്ന് വെന്ത് അതിന് തിളയ്ക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ വറുത്തിട്ടും കൂടെ ഞാൻ ചേർത്ത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു സേമിയ കാരമൽ പായസം റെഡിയായി. ഒരു തവണ ഈ ഒരു മെത്തേഡ് നോക്കി നോക്ക്, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അത്രേ ഉള്ളൂ.